പണ്ട് ഞാൻ സ്കൂളിൽ നേരത്തെ പോകുമ്പോൾ എൻ്റെ അടുത്ത് പിള്ളേരെ അവിടെ എത്തുമ്പോൾ ചോദിക്കാറുണ്ട് എന്താ കഴിച്ചെന്ന്. അപ്പം ഞാൻ പറയും ഇഡ്ഡലി ഫ്രൈയോ കഴിച്ചെന്ന്. അപ്പോൾ അവർ ചോദിക്കും ഇഡ്ഡലി ഫ്രൈയോ, അതെന്ത് സംഭവം? നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഇത് ഉണ്ടാക്കണോണ്ട് എനിക്കിതൊരു പുതുമയുള്ള കാര്യമല്ല കേട്ടോ. പക്ഷെ കേൾക്കുന്നവര് ഇത് എന്നാത്ത സാധനം എന്നെ അടുത്ത് ചോദിക്കാറുണ്ട്. ആ സാധനമാണ് ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പോണേ. തലേ ദിവസത്തെ വീട്ടിലുണ്ടാക്കി വെച്ച എക്സ്ട്രാ കുറച്ച് ഇഡ്ഡലിയൊക്കെ ഉണ്ടാവുമല്ലോ, ഇത് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്ന് എടുത്തതാണ് ഒരു 6 എണ്ണം. അതായത് എനിക്കുള്ളത് ഉണ്ടാവും. ഇതിങ്ങനെ നന്നായി കുനുകുനാന്ന് പറഞ്ഞ അരി. ഒരു വട്ടം ഞങ്ങൾ ഗോവയിൽ പോയപ്പോൾ അവരുടെ മെനുവിൽ ഈ സംഭവം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിട്ടോ. പക്ഷെ ആ സാധനം ഓർഡർ ചെയ്ത് കയ്യിലെത്തിയിട്ടുണ്ടല്ലോ, നമുക്ക് കഴിക്കാനേ പറ്റിയില്ല. കാരണം ഇഡ്ഡലി എണ്ണയിൽ കോരി വറുത്തെടുത്തേക്ക് ലേശ എണ്ണയിൽ 1 ടേബിൾ സ്പൂൺ കടുക് പൊട്ടിക്കുക. അത് പറഞ്ഞപ്പോഴാ ഇത് ഞാൻ ഓർഗനൈസ് ചെയ്യാൻ മേടിച്ചൊരു സാധനം കേട്ടോ. പണ്ട് ഈ ഉപ്പും കുരുമുളകും ഒക്കെ ഇങ്ങനെ നിരന്നിരിക്കണോണ്ട് ആവശ്യത്തിന് ഒരു സാധനം ഉണ്ടാക്കാന്ന് വെച്ചാൽ വെപ്രാളം പിടിച്ച് ഈ മസാല ഒന്നും കാണൂല. ഈ ഒരു ഐറ്റം മേടിച്ചോടി ഒരു മസാലകളൊക്കെ ഒതുങ്ങിയിരിക്കുകയും കുറെ സ്ഥലം സേവ് ചെയ്യാൻ പറ്റിട്ടോ. ആവശ്യം ലേശം കൂടിയോണ്ട് എണ്ണ ചൂടാവണേക്കാളും മുന്നേ കടുക് ഇട്ടത്. ഇനി 1 ടേബിൾ സ്പൂൺ മഞ്ഞളും 1/2 ടേബിൾ സ്പൂൺ മുളകും ഇട്ട് ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ച് ലേശം ഉപ്പിട്ടാൽ മതി കേട്ടോ. കാരണം ഇഡ്ഡലിയിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ച് ഇഡ്ഡലി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഫ്ലെയിം ഒരു മീഡിയത്തിലോട്ട് ആക്കി വെക്കാം. കുറെ നേരം ഇട്ട് ആട്ടരുത്, പെട്ടെന്ന് കരിയണ സാധനം കേട്ടോ. എത്ര പെട്ടെന്ന് നമ്മൾ സംഭവം ഉണ്ടാക്കിയെന്ന് നോക്കി. നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റ് കൂട്ടാനായിട്ട് ചെറുള്ളി ചോപ്പ് ചെയ്തതും കുറച്ച് കറിവേപ്പിലൊക്കെ ഇടാട്ടോ. ഇനി ചൂട്ടോടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. വിശന്ന് സമയമില്ലാണ്ടിരിക്കുമ്പോ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാട്ടോ. നിങ്ങളുടെ വീട്ടിലെ അമ്മമാര് ഇത് ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനിയിപ്പോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലൂടെ ഈ റെസിപ്പി അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. കാരണം അത്ര അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല വിശന്നിരിക്കണോണ്ടാന്ന് അറിയില്ല, ഞാൻ നല്ല മടമടാന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കി കമന്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.